Hello dear students, welcome back. എഞ്ചിനീയറിംഗ് ആസ്പിരൻസിൻ്റെ ഈ വർഷത്തെ പ്രധാനപ്പെട്ട എക്സാമുകളൊക്കെ കഴിഞ്ഞു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്റ്റുഡൻസ് എഴുതിയിട്ടുള്ള എക്സാമാണ് JEE മെയിൻ. അതിൻ്റെ ജനുവരി ഏപ്രിൽ സെഷൻസ് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടും റാങ്ക് ലിസ്റ്റും വന്നു കഴിഞ്ഞു. മറ്റൊരു പ്രധാനപ്പെട്ട എക്സാമാണ് കീം. സോ നമ്മൾ കേരളത്തിലെ സ്റ്റുഡൻസ് എഴുതുന്നതിൽ എഞ്ചിനീയറിംഗിന് ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമുകളാണ് JEE മെയിനും കീമും. കീമിൻ്റെ പെർസെൻറ്റേജ് സ്കോറൊക്കെ വന്നിട്ടുണ്ട്, റാങ്ക് ലിസ്റ്റ് വന്നിട്ടില്ല. JEE മെയിൻ്റെ റാങ്ക് ലിസ്റ്റ് തന്നെ വന്നു കഴിഞ്ഞു. അപ്പോൾ സ്വാഭാവികമായിട്ടും മെഡിക്കൽ ആസ്പിരൻസിനെ പോലെയല്ല എഞ്ചിനീയറിംഗ് ആസ്പിരൻസിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ഡിഫറൻറ്റ് എക്സാമുകൾ ഉള്ളതുകൊണ്ടും അതിൻ്റെയൊക്കെ അലോട്ട്മെന്റുകൾ ഡിഫറൻ്റ് ആയതുകൊണ്ടും അതിൻ്റെയൊക്കെ അണ്ടറിൽ വരുന്ന കോളേജുകളുടെയും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് നമുക്കറിയാം ഡിപ്പാർട്ട്മെന്റ് വൈസ് ഡിഫറൻ്റ് ആണ്. സോ ഓരോ ഡിപ്പാർട്ട്മെന്റുകൾ എവിടെ ചൂസ് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഒരുപാട് കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ് എഞ്ചിനീയറിംഗ് കോളേജസിൽ നമ്മൾ എവിടെ അഡ്മിഷൻ എടുക്കണം, നമുക്ക് കിട്ടിയതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ് എന്ന് തീരുമാനിക്കുന്നതിൽ എപ്പോഴും കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിലേക്കുള്ള ചില ടിപ്സ് ആണ് അല്ലെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ചില റൂൾസ് ആണ് പറഞ്ഞു വരുന്നത്. ഫസ്റ്റ്, നിങ്ങളുടെ JEE മെയിൻ്റെയും അതേപോലെ തന്നെ കീമിൻ്റെയും ഒക്കെ റാങ്കിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നിങ്ങൾക്ക് സീറ്റ് ലഭിക്കാൻ പോകുന്നത്, അല്ലാതെ പെർസെൻറ്റേജ് സ്കോർ അല്ല, റാങ്ക് ആണ് അടിസ്ഥാനം എന്നുള്ളത് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം, JEE മെയിൻ്റെ അടിസ്ഥാനത്തിൽ അഡ്മിഷൻ നടക്കുന്നത് IIT-കളിലേക്കും NIT-കളിലേക്കും IIT-കളിലേക്കും ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്കും ഒക്കെ അഡ്മിഷൻ നടത്തുന്ന അതോറിറ്റിയാണ് ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി, ജോസ എന്നാണ് നമ്മൾ ഷോർട്ടായിട്ട് പറയാറുള്ളത്. സോ ജോസയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ കയറി കഴിഞ്ഞാൽ JEE അഡ്വാൻസ്ഡ് റിസൾട്ട് വന്നിട്ടില്ല, എന്നാലും ജോസയുടെ വെബ്സൈറ്റിൽ നിങ്ങൾ ലോഗിൻ അല്ലെങ്കിൽ വെബ്സൈറ്റിൽ ചെന്നിട്ട് അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ജോസ ലാസ്റ്റ് റാങ്ക് എന്ന ഒരു ജസ്റ്റ് ഗൂഗിൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു ഫസ്റ്റ് ആയിട്ട് വരുന്ന ജോയിന്റ് സീറ്റ് അലോക്കേഷൻ അതോറിറ്റി 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് കിട്ടും. അത് വളരെ വൃത്തിയായിട്ട് എല്ലാവർക്കും ആക്സസിബിൾ ആയ രീതിയിൽ നമുക്ക് തന്നെ ഫിൽറ്റർ ചെയ്യാവുന്ന, സോർട്ട് ചെയ്യാവുന്ന തരത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് റാങ്ക്സ് ആണ് അതിൻ്റെ ടൈറ്റിൽ. അതിൽ ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു പർട്ടിക്കുലർ പ്രോഗ്രാം, ഫോർ എക്സാമ്പിൾ കാലിക്കറ്റ് NIT-യിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിന്റെ ലാസ്റ്റ് റാങ്ക് കഴിഞ്ഞ വർഷം എത്രയായിരുന്നു, അത് തന്നെ OBC കാറ്റഗറിയിൽ അല്ലെങ്കിൽ EWC കാറ്റഗറി അല്ലെങ്കിൽ ഓപ്പൺ കാറ്റഗറി, ഇതൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഒരുപാട് റൗണ്ടുകളായിട്ടാണ് ജോസയുടെ അഡ്മിഷൻ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഏറ്റവും അവസാനത്തിന്റെ അവസാനം എന്ന് പറയുമ്പോൾ ചൂസ് ദ ലാസ്റ്റ് റൗണ്ട്, ദാറ്റ് ഈസ് എ 5th റൗണ്ട്. ഇൻസ്റ്റിറ്റ്യൂട്ട് ടൈപ്പുകളിൽ ഓൾ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് നമുക്ക് ചൂസ് ചെയ്യാം, എന്ന് വെച്ചാൽ മൊത്തം ലിസ്റ്റ് നമുക്ക് കിട്ടും. അതല്ലെങ്കിൽ ഗവൺമെന്റ് ഫണ്ട് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, IITs ഉണ്ട്, NITs ഉണ്ട്, IIITs ഉണ്ട്. സോ ഫോർ എക്സാമ്പിൾ നമ്മൾ NIT നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് ചൂസ് ചെയ്യുന്നു. അതിൽ തന്നെ എല്ലാ NIT-കളും വേണമെങ്കിൽ നമുക്ക് ഓൾ എന്ന് ചൂസ് ചെയ്യാം. അതല്ല എങ്കിൽ നമുക്കിപ്പോൾ ഫോർ എക്സാമ്പിൾ NIT കാലിക്കറ്റ് നമ്മൾ എടുക്കുന്നു. അക്കാഡമിക് പ്രോഗ്രാം NIT കാലിക്കറ്റിലെ എല്ലാ പ്രോഗ്രാമുകളുടെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ഓൾ എന്ന് ചൂസ് ചെയ്യാം. അതല്ലെങ്കിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമ്മൾ ചൂസ് ചെയ്യുന്നു. അതിൽ തന്നെ ഒരുപാട് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് സീറ്റുകൾ ഉണ്ട്. എല്ലാ ടൈപ്പിന്റെയും ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് വേണമെങ്കിൽ അങ്ങനെ ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ SC, ഓപ്പൺ, OBC, NCL, ഡിഫറൻഷ്യലി ഏബിൾഡ് എന്നൊക്കെ പറയുന്ന ഒരുപാട് കാറ്റഗറി ഉണ്ട്. ലെറ്റ്സ് ചൂസ് ഓപ്പൺ. അങ്ങനെ നമ്മൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാലിക്കറ്റ് NIT-യിലെ ആ വളരെ കുറഞ്ഞ ഡീറ്റെയിൽസ് മാത്രമേ ഉണ്ടാവുള്ളൂ. കാലിക്കറ്റ് NIT കാലിക്കറ്റ് അക്കാഡമിക് പ്രോഗ്രാം നമ്മൾ ചൂസ് ചെയ്ത് തന്നെയാണ്. അതിൽ കോട്ട എന്ന് പറയുന്ന HS എന്ന് പറഞ്ഞാൽ ഹോം സ്റ്റേറ്റ്, നമുക്ക് കാലിക്കറ്റ് NIT ഹോം സ്റ്റേറ്റ് ആണ് കേരള സ്റ്റുഡൻസിന്. അതേപോലെ തന്നെ സീറ്റ് ടൈപ്പ് ഓപ്പൺ, അതിൽ തന്നെ ജെൻഡർ റിസർവേഷനും കൂടെ ഉള്ളതുകൊണ്ട് ജെൻഡർ ന്യൂട്രൽ ആണെങ്കിൽ ക്ലോസിംഗ് റാങ്ക് 15,954 ആണ്. ഓക്കെ, ഇനി മറ്റുള്ള കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ വ്യത്യാസം വരുന്നത് അതർ സ്റ്റേറ്റ്, അതായത് പുറത്തു നിന്നുള്ള സ്റ്റുഡൻറ് വരികയാണെങ്കിൽ അവരുടെ ക്ലോസിംഗ് റാങ്ക് 11,415 ആണ്. ഇനി അതിൽ തന്നെ ഫീമെയിൽ ഓൺലി സൂപ്പർ ന്യൂമറി സീറ്റും കൂടെ ഇൻക്ലൂഡ് ചെയ്യുകയാണെങ്കിൽ റാങ്കിൽ വീണ്ടും വ്യത്യാസം വരും. അപ്പോൾ നമ്മൾ വളരെ സ്പെസിഫിക് ആയിട്ടുള്ളതാണ് നോക്കുന്നത്. നൗ ഇതിന് പകരം നമ്മളിവിടെ ലെറ്റ്സ് സേ OBC NCL എന്ന് കൊടുക്കുകയാണെങ്കിൽ അപ്പോൾ സിമിലർ ആയിട്ട് നമുക്ക് 4 കാറ്റഗറി, 4 കോളംസ് അല്ലെങ്കിൽ 4 റോസ് വരും. അതിലെല്ലാം OBC NCL ഉണ്ട്. OBC NCLന്റെ ക്ലോസിംഗ് റാങ്ക് 5,301 ആണ് എന്ന് കേൾക്കുമ്പോൾ ജനറലിനേക്കാളും കട്ട് ഓഫ് അല്ലെങ്കിൽ ക്ലോസിംഗ് റാങ്ക് കുറവാണോ OBC എന്ന് പ്രതീക്ഷിക്കരുത്. ഈ കൊടുത്തിരിക്കുന്ന 5,300 എന്ന് പറയുന്നത് OBC റാങ്ക് ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ OBC ആണ് കൊടുക്കുന്നതെങ്കിൽ ദാറ്റ് ഈസ് ദ കാറ്റഗറി റാങ്ക്, നോട്ട് ദ ജനറൽ റാങ്ക്. ഓക്കെ, സോ അത് മനസ്സിലാക്കുക. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ കാണുന്ന അക്കാഡമിക് പ്രോഗ്രാം എന്നുള്ളത് കാലിക്കറ്റ് NIT-യിലെ ഓൾ പ്രോഗ്രാംസ് എല്ലാത്തിൻ്റെയും ഓപ്പൺ സീറ്റുകൾ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ആ കാണുന്ന ലിസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടും ഓരോന്നിൻ്റെയും. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ മെയിൽ കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ ഫീമെയിൽ ഓൺലി റിസർവേഷൻ നിങ്ങൾക്ക് ആപ്ലിക്കബിൾ അല്ല. അതേപോലെ തന്നെ മറ്റ് NIT-കളിൽ, കാലിക്കറ്റ് അല്ലാത്ത NIT-കളിൽ കേരളത്തിൽ നിന്നുള്ള സ്റ്റുഡൻസിന് ഹോം സ്റ്റേറ്റ് കോട്ടയില്ല. അപ്പോൾ പുറത്തുള്ള ഏത് NIT-ലെയും റാങ്ക് നോക്കുമ്പോൾ നിങ്ങൾ അതർ സ്റ്റേറ്റ് റാങ്ക് ആണ് നോക്കേണ്ടത്. ഓക്കെ, അതർ സ്റ്റേറ്റ് റാങ്ക് ആണ് നോക്കേണ്ടത്, അല്ലാതെ ഹോം സ്റ്റേറ്റ് നോക്കരുത്. ഹോം സ്റ്റേറ്റ് നമുക്ക് നോക്കാൻ പറ്റുന്നത് ആകെ
NIT കാലിക്കറ്റ് മാത്രമാണ്. അങ്ങനെ ഈ വെബ്സൈറ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന ലിസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്, ഈ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എവിടെ കിട്ടും, നിങ്ങളുടെ റാങ്കിന് ഏതൊക്കെ സീറ്റുകൾ അവൈലബിൾ ആണ് എന്ന് നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യാം. ഓക്കെ, ഇതേപോലെ തന്നെ കേരള എഞ്ചിനീയറിംഗിന്റെ നമുക്ക് കിട്ടാവുന്നത് വൺസ് അഗെയിൻ കേരള കീം 2024 ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ സിഇയുടെ വെബ്സൈറ്റിലേക്ക് നമുക്ക് ഒരു പേജിൽ ഇവിടെ ഒരുപാട് അലോട്ട്മെന്റ് ഡീറ്റെയിൽസ് ഉണ്ട്. അതിൽ നമുക്ക് വേണ്ടത് എഞ്ചിനീയറിംഗിന്റെ ആണ്. സോ സെക്കൻഡ് ഫേസ് അലോട്ട്മെന്റ് ഓഫ് എഞ്ചിനീയറിംഗ് BPharm, ഫസ്റ്റ് ഫേസ് അലോട്ട്മെന്റ് ഓഫ് ആർക്കിടെക്ചർ എന്ന് പറയുന്ന ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ യു ഗെറ്റ് എ PDF. ഓക്കെ, സോ സെക്കൻഡ് റൗണ്ടിന്റെ എഞ്ചിനീയറിംഗ് PDF മാത്രമാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതിലും ഇതുപോലെ സെക്കൻഡ് റൗണ്ടിൽ ഓരോ പ്രോഗ്രാം ഫസ്റ്റ് വരുന്നത് ആർക്കിടെക്ചർ ആണ്, ആൽഫബറ്റിക് ഓർഡറിലാണ് വരുന്നത്. അതിൽ ഓരോ കോളേജിലും ലാസ്റ്റ് വന്ന റാങ്ക് എവിടെയാണ് അല്ലെങ്കിൽ ലാസ്റ്റ് വന്ന റാങ്ക് എത്രയാണ്, അതിൽ തന്നെ ഡിഫറെന്റ് കാറ്റഗറീസ്. അതിൽ SM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് മെറിറ്റ് എന്നാണ്. അതേപോലെ EZ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈഴവ, MU മുസ്ലിം. അങ്ങനെ നമുക്കറിയാം കേരളത്തിൽ OBCയുടെ കാറ്റഗറൈസേഷൻ ഡിഫറെന്റ് ആണ്. സോ ആ ഷോർട്ടും കൂടെ നോക്കിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. ഇതിൽ ഫാർമസിയും അതുപോലെ തന്നെ എഞ്ചിനീയറിംഗ് ഒക്കെ അതിൻ്റെ ഇടയിൽ വരുന്നുണ്ട്. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ഇതിൽ നിങ്ങൾക്ക് PDF ആയതുകൊണ്ട് നമുക്ക് സോർട്ട് ചെയ്യാൻ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം Ctrl+F അടിച്ചിട്ട് നമുക്ക് ഏതാണോ സെർച്ച് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സിവിൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ ഒരുപാട് പേജുകളായിട്ടാണ് കിടക്കുന്നത് കേട്ടോ. സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്ന എവിടെയാണ്? KKE എന്ന് പറയുന്നത് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് കോഴിക്കോട്. അവിടെ ഗവൺമെന്റ് ടൈപ്പ് ആണെങ്കിൽ G എന്ന് നിങ്ങൾക്ക് കാണാം. അതല്ല ഗവൺമെന്റ് അല്ലാത്ത ടൈപ്പ് എഞ്ചിനീയറിംഗ് കോളേജുകളാണെങ്കിൽ, അതായത് സ്റ്റേറ്റും സെൽഫും കൂടെ പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ മിക്സ് ആയിട്ടുള്ള കാറ്റഗറി ആണെങ്കിൽ N എന്ന് കാണാം. അതേപോലെ തന്നെ പ്യൂർലി സെൽഫ് ആണെന്നുണ്ടെങ്കിൽ S എന്നും ടൈപ്പിൽ കാണാവുന്നതാണ്. ഇവിടുന്നാണ് സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ സിവിൽ എഞ്ചിനീയറിംഗിന് കഴിഞ്ഞ വർഷം സെക്കൻഡ് റൗണ്ട് എഞ്ചിനീയറിംഗ് അലോട്ട്മെന്റിൽ കോഴിക്കോട് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ സ്റ്റേറ്റ് മെറിറ്റിലെ ലാസ്റ്റ് റാങ്ക് എന്ന് പറയുന്നത് 13,207 ആണ്. അപ്പൊ ഈ രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ നിന്ന് നമുക്ക് സോർട്ട് ചെയ്തെടുക്കാൻ, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസ് ഗവൺമെന്റ് കോളേജുകൾ മാത്രം മതിയെങ്കിൽ ജസ്റ്റ് കമ്പ്യൂട്ടർ സയൻസ് നോക്കുക, അതിൽ ഗവൺമെന്റ് കോളേജുകളുടെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് നോക്കുക. ഇനി അതല്ല നിങ്ങൾക്ക് CET-യിലുള്ള കോഴ്സുകൾ മാത്രം മതിയെങ്കിൽ CET-യുടെ ഷോർട്ട് ഫോം ഏതെങ്കിലും ഒന്നിൽ നോക്കിക്കഴിഞ്ഞാൽ CET-യുടെ ഷോർട്ട് ഫോം അല്ലെങ്കിൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ട്രിവാൻഡ്രം എന്ന് സെർച്ച് ചെയ്യാം. അപ്പോൾ ഒരു 8-9 കോഴ്സുകളാണ് CET-യിലുള്ളത്. അതിന്റെ ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസ് ഇതെല്ലാം നിങ്ങൾ ബേസിക്കലി നോട്ട് ചെയ്യണം. ജസ്റ്റ് നോക്കി വെച്ചാൽ പോരാ, നിങ്ങൾ പെൻ ആൻഡ് പേപ്പർ എടുത്തിട്ട് നോട്ട് ചെയ്യണം. എന്നിട്ട് നിങ്ങളുടെ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കീമിന്റെ റാങ്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ റാങ്ക് എവിടെയാണ്, നിങ്ങൾക്ക് ഈ റാങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളിൽ ഏതൊക്കെ കോഴ്സിന് അഡ്മിഷൻ ലഭിക്കാൻ സാധ്യതയുണ്ട്, ഇത് കൃത്യമായി മനസ്സിലാക്കി വെക്കുക. സ്വാഭാവികമായിട്ടും നമുക്ക് എവിടെ കിട്ടും എന്നുള്ള അല്ലെങ്കിൽ എന്തൊക്കെ കോഴ്സുകൾക്ക് സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അതിൽ ഏറ്റവും ബെസ്റ്റ് ഏതാണ്. അപ്പോൾ അവിടെയുള്ള ഒരുപാട് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് പാരാമീറ്റേഴ്സ് ഉണ്ട് അവിടെ. ഫോർ എക്സാമ്പിൾ കോളേജ്, അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ്, ഏത് ഡിപ്പാർട്ട്മെന്റിൽ പോകണം, ഏത് കോളേജിൽ പോകണം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ NIT കാലിക്കറ്റിൽ CS കിട്ടില്ല, പക്ഷെ NIT കാലിക്കറ്റിൽ കുറച്ചും കൂടെ താഴെയുള്ള ലോവർ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് കിട്ടാൻ സാധ്യതയുള്ളത്. എന്നാൽ കീമിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് CET-ലോ അതല്ലെങ്കിൽ TKM-ലോ അല്ലെങ്കിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ തൃശ്ശൂരോ CS കമ്പ്യൂട്ടർ സയൻസ് ആണ് മോസ്റ്റ് ഡിമാൻഡിങ് ആയി ആസ് ഓഫ് നൗ ഉള്ള ബ്രാഞ്ച്, അത് കിട്ടും. അങ്ങനെയാണെങ്കിൽ NIT പോകണോ, CET പോകണോ, CS-ന് പോകണോ, അതല്ല കാലിക്കറ്റിലെ കുറച്ചും കൂടെ താഴെ എഞ്ചിനീയറിംഗ് ഫിസിക്സോ അല്ലെങ്കിൽ മറ്റെങ്കിൽ ഏതെങ്കിലും എഞ്ചിനീയറിംഗ് കോഴ്സസിന് കുറച്ചും കൂടെ ലോവർ ഡിമാൻഡുള്ള കോഴ്സസിന് പോകണോ, ഈ ഒരു കൺഫ്യൂഷൻ തീർക്കാൻ രണ്ട് കാര്യമേ ഉള്ളൂ. നിങ്ങൾ ഓൾറെഡി ഇന്ന കോഴ്സിന് പോകണമെന്ന് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രത്യേകമായി നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് +1 +2 പഠിച്ച് കോഡിംഗ് തന്നെ ചെയ്യണം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് മാത്രം മതി, മറ്റൊന്നും നോക്കണ്ട എന്നൊരു തീരുമാനത്തിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്രയോറിറ്റൈസ് ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് പ്രയോറിറ്റൈസ് ചെയ്യാം. അതായത് ഏറ്റവും നിങ്ങൾക്ക് കിട്ടാവുന്ന, ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് മാത്രം വേറെ ഒന്നും നമ്മൾ നോക്കുന്നില്ലെങ്കിൽ കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് കോളേജിൽ കമ്പ്യൂട്ടർ സയൻസിന് പോവുക. അതേപോലെ തന്നെ നിങ്ങളിപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ സിവിൽ എഞ്ചിനീയറിംഗിൽ നിങ്ങൾ പാഷനേറ്റ് ആണ്, സിവിൽ എഞ്ചിനീയറിംഗ് മതി, മേ ബി നിങ്ങളുടെ പാരൻസോ അല്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് ഫേം ഒക്കെ ഉണ്ട്, അവിടേക്ക് ജോയിൻ ചെയ്യണം, സിവിൽ എഞ്ചിനീയറിംഗ് മാത്രം മതി, അങ്ങനെയുള്ള സിറ്റുവേഷൻസിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഏത് ആണോ നിങ്ങൾക്ക് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുന്ന ഏറ്റവും ബെസ്റ്റ് കോളേജ്. സോ അങ്ങനെ നിങ്ങൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ കൃത്യമായി നിങ്ങൾ തീരുമാനിച്ച് ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ യു ക്യാൻ പ്രയോറിറ്റൈസ് ദ ഡിപ്പാർട്ട്മെന്റ് ഓവർ ദ കോളേജ്. എന്നാൽ അങ്ങനെയൊന്നുമില്ല, എനിക്ക് നല്ലൊരു കോളേജിൽ പോയാൽ മതി, നല്ലൊരു എക്സ്പോഷർ ഉണ്ടായാൽ മതി, അവിടെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ MBAക്ക് പോകും എന്ന് തീരുമാനിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾ നോൺ കോർ സോഫ്റ്റ്വെയറിലോ ഇനി പ്രോഗ്രാമിങ്ങിൽ തന്നെ ഒക്കെ പോകാൻ നിങ്ങൾ തയ്യാറാണ് എങ്കിൽ, അതായത് നിങ്ങൾ പ്രത്യേകിച്ചൊരു പ്രിഫറൻസ് ഏത് എഞ്ചിനീയറിംഗ് ചെയ്യണം എന്നില്ല എങ്കിൽ യു ഹാവ് ടു പ്രയോറിറ്റൈസ് കോളേജ് ഓവർ ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, സോ കോളേജിൽ കിട്ടുന്ന എക്സ്പോഷർ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന എക്സ്ട്രാ കരിക്കുലർ ആയിട്ടുള്ള കാര്യങ്ങൾ, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന കോമ്പറ്റീഷൻസ്, അവിടെ നിങ്ങൾക്ക് കിട്ടുന്ന പിയർ ഗ്രൂപ്പ്, ഇതൊക്കെ നിങ്ങളെ
പിന്നീടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് കാര്യങ്ങൾ തീരുമാനിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾക്ക് ഏറ്റവും നല്ല എക്സ്പോഷർ കിട്ടുന്നത് സ്വാഭാവികമായിട്ടും IITസിലും NITസിലും ആയിരിക്കും. അപ്പോൾ നിങ്ങൾ കമ്പ്യൂട്ടർ സയൻസ് കൺഫേംഡ് ആയിട്ടുള്ള ഒരാളാണ് എന്നുണ്ടെങ്കിൽ CETയിലോ TKMലോ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലോ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ സയൻസിന് പോവാം. അതല്ല നിങ്ങൾക്ക് പിന്നീട് തീരുമാനിക്കാം, അല്ലെങ്കിൽ എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു ഡിപ്പാർട്ട്മെന്റിനോട് കാര്യമായി പാഷനേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനെ തീരുമാനിക്കാത്ത ഒരാളാണെങ്കിൽ നേരത്തെ പറഞ്ഞ എക്സാമ്പിളിൽ കാലിക്കറ്റ് NITയിൽ കുറച്ചും കൂടെ ലോവർ ആയിട്ടുള്ള ബ്രാഞ്ചിലേക്ക് പോവാം. സോ ഇതാണ് അതിൽ പറയാനുള്ള കാര്യം. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കോളേജുകളിൽ തന്നെ ഏറ്റവും ബെസ്റ്റ് ഏതാണ്, ലാസ്റ്റ് റാങ്ക് ഡീറ്റെയിൽസിന്റെ അടിസ്ഥാനത്തിൽ നമുക്കൊരു ബെസ്റ്റ് കോളേജ് ഏതാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമുക്ക് ചെയ്യാവുന്ന കാര്യം അവരുടെ പ്ലേസ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എങ്ങനെയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷങ്ങളിൽ വന്ന പ്ലേസ്മെന്റ് എത്രയാണ്, അതും വൺസ് അഗെയിൻ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാവുന്നതാണ്. IIT മദ്രാസിന്റെ പ്ലേസ്മെന്റ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ placement.iitm.ac.in എന്ന് പറഞ്ഞ പ്ലേസ്മെന്റ് സെല്ലിന്റെ വെബ്സൈറ്റിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ താഴെ എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കും ഇതുപോലെ ഉണ്ടാവണമെന്നില്ല, സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഓരോ വർഷങ്ങളിലും സംഭവിച്ച പ്ലേസ്മെന്റിന്റെ സ്റ്റാറ്റിസ്റ്റിക്സ്. സോ ലാസ്റ്റ് ഇയർ 2023-24 ഇയറിലെ പ്ലേസ്മെന്റ് സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കവിടെ ബേസിക്കലി റിപ്പോർട്ടായിട്ട് PDF ആയിട്ട് അവൈലബിൾ ആണ്. അതിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും എത്ര പേര് ഡ്യുവൽ ഡിഗ്രിയിൽ നിന്ന് എത്ര പേര്, എത്ര പെർസെൻറ്റേജ്, കമ്പ്യൂട്ടർ സയൻസിലാണെങ്കിൽ എത്ര പെർസെൻറ്റേജ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണെങ്കിൽ എത്ര പെർസെൻറ്റേജ് പ്ലേസ്ഡ് ആയി. അതായത് അവിടെ നോക്കേണ്ട കാര്യങ്ങൾ അപ്ലൈ ചെയ്ത അല്ലെങ്കിൽ പ്ലേസ്മെന്റിന് അറ്റംപ്റ്റ് ചെയ്ത സ്റ്റുഡൻസിൽ എത്ര ആളുകൾക്ക് ഓഫർ കിട്ടി. 100 പേരാണ്, 100 സീറ്റുള്ള 100 പേരാണ് അവിടെ പ്ലേസ്മെന്റിന് അറ്റംപ്റ്റ് ചെയ്തെങ്കിൽ അതിൽ 75% ആളുകൾക്ക് അല്ലെങ്കിൽ 75 പേർക്ക് പ്ലേസ്മെന്റ് ആയി ഓഫർ കിട്ടി എന്നുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ നോക്കണം. അതേപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് വൈസ് ആവറേജ്, മീഡിയൻ അല്ലെങ്കിൽ ആവറേജ് CTC എന്ന് പറഞ്ഞാൽ കോസ്റ്റ് ഓഫ് ദ കമ്പനി, ബേസിക്കലി നമ്മുടെ പാക്കേജ് ആണ്. അത് നിങ്ങൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഡിപ്പാർട്ട്മെന്റിന്റെ പേരുകളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. AE എന്ന് പറയുന്നത് എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ആണ്, BT ബയോടെക്നോളജി ആണ്, CH കെമിക്കൽ ആണ്, CY കെമിസ്ട്രി ആണ്, CE സിവിൽ എഞ്ചിനീയറിംഗ് ആണ്, CS നിങ്ങൾക്ക് ഏറ്റവും വലുതായിട്ട് ഇവിടെ കാണാൻ പറ്റുന്ന സ്വാഭാവികമായിട്ട് CS ആണ്. അതേപോലെ തന്നെ തൊട്ട് താഴെയായിട്ട് ഇലക്ട്രിക്കൽ ഉണ്ടാവും. സോ ദാറ്റ് ഇസ് ദ ഡിമാൻഡിങ് ബ്രാഞ്ചസ്. അത് IITസിൽ അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും തൊട്ട് താഴേക്കും ഒക്കെ അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. ലൈക്ക് IIT മദ്രാസിൽ എഞ്ചിനീയറിംഗ് ഫിസിക്സ് നല്ല പ്ലേസ്മെന്റ് വരുന്ന ഡിപ്പാർട്ട്മെന്റ് ആണെങ്കിൽ കാലിക്കറ്റ് NITയിലെ എഞ്ചിനീയറിംഗ് ഫിസിക്സ് അങ്ങനെ അല്ല. ഇറ്റ്സ് നോട്ട് ലൈക്ക് IIT മദ്രാസ്. സോ വ്യത്യാസങ്ങളുണ്ട്. എന്നാലും മോസ്റ്റ് കോമൺ ആയിട്ട് ജനറലൈസ് ചെയ്ത് നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഒരേ ഡിപ്പാർട്ട്മെന്റുകൾക്കാണ് ഡിമാൻഡ് യൂഷ്വലി ഉണ്ടാവാറുള്ളത്. അതിന്റെ ഒരു റേറ്റ് അല്ലെങ്കിൽ അതിന്റെ ഓർഡർ എന്ന് പറയുന്നത് സെയിം ആയിരിക്കും. ഇനി ഇതുപോലെ IIT മദ്രാസിന്റെ ലിസ്റ്റ് നിങ്ങൾ റിപ്പോർട്ട് കാണുന്നത് പോലെ തന്നെ കാലിക്കറ്റ് NITയുടെ പ്ലേസ്മെന്റ് റിപ്പോർട്ടാണ്. എത്ര ആളുകൾ പ്ലേസ്ഡ് ആയി, എത്ര കമ്പനികൾ കോളേജിൽ വന്നു, എത്രയാണ് ഹയസ്റ്റ് പാക്കേജ് വന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആകും. അത് ഓരോ കോളേജിന്റെ സ്പെസിഫിക് ആയിട്ട് പ്ലേസ്മെന്റ് റിപ്പോർട്ടെന്നോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും. ഇനി ഇത് CETയുടെ പാക്കേജസ് ആണ്, അല്ലെങ്കിൽ CETയിൽ വന്ന പ്ലേസ്മെന്റിന്റെ റിപ്പോർട്ടുകളാണ്. ഇതൊക്കെ കുറച്ച് സമയം എടുത്ത് നിങ്ങൾ റിസർച്ച് ചെയ്യണം. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം എത്രത്തോളം പ്ലേസ്മെന്റ് വരുന്നുണ്ട്, ഏതൊക്കെ കമ്പനികൾ അവിടെ വരുന്നുണ്ട്. കമ്പനികളുടെ ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഹയർ ലെവലിലുള്ള അല്ലെങ്കിൽ ടോപ്പ് മോസ്റ്റ് കമ്പനികൾ, ഗൂഗിൾ, ഫേസ്ബുക്ക് പോലുള്ള കമ്പനികളൊക്കെ വരുന്നത് IITസിലാണ്. മേ ബി ചില NITസിലും താഴേക്കുള്ള കോളേജുകളിലേക്ക് അത് വന്നുകൊള്ളണം എന്നില്ല. അപ്പൊ ഇതിന്റെ ഒക്കെ അടിസ്ഥാനത്തിൽ ഏത് കോളേജാണ് ബെറ്റർ, അതേപോലെ തന്നെ ഇതിന്റെ അലുമിനി നെറ്റ്വർക്ക്, അലുമിനി അസോസിയേഷന്റെ വെബ്സൈറ്റുകൾ ഉണ്ടാവും, അതിൽ പോയി നോക്കാം. അതേപോലെ തന്നെ കോളേജ് സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായി എന്നുള്ളതും ആക്ച്വലി ഒരു മെഷറാണ്. കാരണം ഒരു കുറച്ചധികം പഴയ കോളേജ് ആണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിന്റെ അലുമിനി നെറ്റ്വർക്കും ബെറ്റർ ആയിരിക്കും. ഇതൊക്കെ യൂട്ടിലൈസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യങ്ങൾ തീരുമാനിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് നോക്കുക, നിങ്ങൾ താല്പര്യപ്പെടുന്ന. എന്നിട്ട് അതിന്റെ പ്രയോറിറ്റി ഓർഡറിൽ നിങ്ങൾ അലോട്ട്മെന്റിന്റെ സമയം വരുന്ന, കൗൺസിലിംഗിന്റെ സമയം വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രിഫറൻസ് ഓർഡർ കൊടുക്കുക. പിന്നെ മറ്റൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമുക്ക് കിട്ടാവുന്നതിലെ ബെസ്റ്റ് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. മേ ബി അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ. ഫോർ എക്സാമ്പിൾ പലരും ചോദിക്കാറുണ്ട്, കുസാറ്റിൽ നമ്മൾ നേവൽ ആർക്കിടെക്ചർ എടുക്കുന്നോ അതല്ലെങ്കിൽ കീമിന്റെ അണ്ടറിൽ CS എടുക്കുന്നോ. വൺസ് അഗെയിൻ അവിടെ ഡിപ്പാർട്ട്മെന്റുകൾ ഡിഫറെന്റ് ആണ്, യൂണിവേഴ്സിറ്റികൾ ഡിഫറെന്റ് ആണ്. അതിനൊക്കെ അനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശരിയാണ്. അവിടെ പ്ലേസ്മെന്റ് ക്രൈറ്റീരിയ ഒക്കെ നിങ്ങൾക്ക് നോക്കാം. ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഉണ്ടാവില്ല. ചെറിയ അപ്സ് ആൻഡ് ഡൗൺസ് നമ്മൾ ചൂസ് ചെയ്യുന്നതിൽ വന്നേക്കാം. സോ വൺസ് യു ഗെറ്റ് വൺ കോളേജ് ഡിപ്പാർട്ട്മെന്റ്, അതിനുശേഷം നന്നായിട്ട് പഠിക്കുക. വിഷ് യു ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.